നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1000 പേർ തളർത്താനുണ്ടായാലും തളരില്ല എന്നൊരു മനസ്സ് മതി. അപ്പോൾ വിജയം നമ്മളോടൊപ്പം ഉണ്ടാകും. പ്രതികാരം ചെയ്യാനുള്ള കരുത്തും സാഹചര്യവും നമുക്കുണ്ടായിട്ടും എതിരാളികളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരെ ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയുക? മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടുക, അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ള ഒരു വലിയ ബാധ്യത ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത നടിയും അവതാരകയും ബിഗ് ബോസ് റണ്ണറപ്പും ഒരു കുടുംബിനിയുമൊക്കെയായി ചെറുപ്രായത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമായി ജീവിതം നയിക്കുന്ന പേളി മാണിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെയും ജീവിത വീഥികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മഴവിൽ മനോരമയിലെ D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ ഗോവിന്ദ് പത്മസൂര്യയോടൊപ്പം അവതാരകയായി കടന്നു വന്നപ്പോഴാണ് പേളി മാണി എന്ന ചുരുളം മുടിക്കാരിയായ സുന്ദരിയെ ടെലിവിഷൻ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആ അവതാരകയുടെ അവതരണ ശൈലിയും ചുറുചുറുക്കുമൊക്കെ പ്രേക്ഷകർക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അതിന്റെ തെളിവാണല്ലോ D4 ഡാൻസിന്റെ 3 സീസണുകളിലും അവർ തന്നെ അവതാരകയായി എത്തിയത്. അവരുടെ ജനപ്രീതിയും പെർഫോമൻസും കണ്ടിട്ടാണല്ലോ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ 1 അവർക്ക് ക്ഷണം ലഭിച്ചത്. എനിക്കെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവിടെ ചെന്നുപെട്ടത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. മോട്ടിവേറ്ററായ തനിക്ക് സ്വയം മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടും സ്വയം ഇൻസ്പയർ ചെയ്യേണ്ടതായിട്ടുമുള്ള അവസ്ഥ സംജാതമായി. തിക്താനുഭവങ്ങൾ നേരിട്ട് അവർ പൊട്ടിക്കരയാൻ കണ്ടെടുത്ത സ്ഥലം വാഷ്റൂമായിരുന്നു. അവർ പറയുന്നു, എന്നെ സംബന്ധിച്ച് ബിഗ് ബോസിലെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല വ്യക്തിയായി അവിടെ തുടരുക എന്നുള്ളതാണ്. ബിഗ് ബോസിൽ ഒറ്റപ്പെടുത്തി ഒന്നിച്ചുള്ള കടന്നാക്രമണത്തിന് വിധേയയായ ഏക വ്യക്തി പേളി മാണി തന്നെയാണ്. എന്തെങ്കിലും അഭിപ്രായം പറയാൻ പേളി മാണി തുടങ്ങുമ്പോൾ അവർക്ക് നേരെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആക്രമണവും പരിഹാസവും പതിവായി നടന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അവിടെയൊക്കെ പേളിയുടെ ഹൃദയം പൊട്ടിത്തകർന്നെങ്കിലും അവർ പൊട്ടിത്തെറിച്ചില്ല. കാരണം അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും അവർക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടായിരുന്നു. കിച്ചണിലെ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നു. അവകാശവാദങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആരെക്കുറിച്ചും പരദൂഷണമില്ല, പാരവെപ്പില്ല. ടാസ്കുകളിലൊക്കെ വ്യത്യസ്ത സമീപനമായിരുന്നു അവർ പുലർത്തിയിരുന്നത്. ഏത് വിധേനയും എങ്ങനെയും ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധി അവർ കാണിക്കാറുമില്ലായിരുന്നു. അവിടെ നടക്കുന്ന സൗഹൃദ ചർച്ചകളിൽ നിന്നും എപ്പോഴും പേളിയെ ഒഴിവാക്കും. ഒന്നിച്ചെടുക്കേണ്ട തീരുമാനങ്ങളിൽ പോലും പേളിയുടെ അഭിപ്രായം പരിഗണിക്കാറില്ല. എന്നാൽ ഇതൊക്കെ കണ്ട പ്രേക്ഷകർ അവരുടെ മനസ്സിൽ പേളിക്ക് വലിയൊരു ഇടം നൽകി അവരെ ചേർത്ത് പിടിച്ചു. അവിശ്വസനീയമാം വിധം വലിയൊരു പ്രേക്ഷക പിന്തുണ ഉയർന്നു വന്നു. ഇതൊന്നും അറിയാതെ BB ഹൗസിലെ അന്തേവാസികൾ ഓരോ നോമിനേഷനുകളിലും അവരെ പുറത്തു കളയുന്നതിന് വേണ്ടി പേളിയുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയ പ്രേക്ഷകർ ഓരോ നോമിനേഷനുകളിലും വോട്ടുകൾ വാരി കോരിക്കൊടുത്ത് അവരെ അവിടെ നിലനിർത്തി. പേളി നേരിട്ട മറ്റൊരു വലിയ ടാസ്ക് അർച്ചനയെ നേരിടുക എന്നുള്ളതായിരുന്നു. പല അവസരങ്ങളിലും സ്വയം കരുത്താർജിച്ച് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്ന പേളിയെ നാം കണ്ടിട്ടുള്ളതല്ലേ. അത്തരം ദുർഘട സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്നേഹത്തിന്റെ ഒരു മഞ്ഞു തുള്ളി മനസ്സിൽ പതിയുന്നത്. കാലക്രമേണ അതൊരു പ്രണയമായി പരിണമിക്കുന്നു. അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്ന വേദനകളിലും പരിഹാസങ്ങളിലും ആരോടും പരിഭവം കാട്ടാതെ സ്വയം കരഞ്ഞു തീർത്ത സമയത്താണ് മനസ്സിനൊരാശ്വാസം എന്നോണം ശ്രീനിഷ് അരവിന്ദുമായി അടുക്കുന്നത്. ആ അടുപ്പം പ്രണയമായി മാറുകയായിരുന്നല്ലോ. ഇത് മണത്തറിഞ്ഞും മനസ്സിലാക്കുകയും ചെയ്ത മറ്റന്തേവാസികൾ ഇത് മുളയിലെ നുള്ളുവാനും തകർക്കുവാനും ശ്രമിച്ചു. ഇവരുടെ പ്രണയം ടൈം പാസ് ആണെന്നും പേളി ശ്രീനിഷിനെ പറ്റിക്കാനാണെന്നും അവിടെ നിലനിൽക്കാനുള്ള പേളിയുടെ തന്ത്രമാണിതെന്നും അവർ കൂട്ടം കൂടിയിരുന്ന് പറഞ്ഞ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു. എന്നാൽ അവരുടെ കറകളഞ്ഞ സ്നേഹം മനസ്സിലാക്കിയ പ്രേക്ഷകർ അവരെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഒപ്പം അവരുടെ പ്രണയവും പടർന്ന് പന്തലിച്ചു. ഒരിക്കൽ മോഹൻലാൽ വന്ന് പറയുന്നു, കുരുക്കിൽ പെട്ടുകിടക്കുന്ന ചിലരുടെ കഥകൾ ഞാൻ പറയാം. രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് മോഹൻലാൽ പറയുന്നു, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ബിഗ് ബോസും ഞങ്ങളും പ്രേക്ഷകരുമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നിട്ട് മോഹൻലാൽ പേളിയോട് ചോദിക്കുന്നു, ആർ യു സീരിയസ്? ഉടൻ പേളിയിൽ നിന്നും മറുപടി വന്നു, എനിക്ക് ശ്രീനിഷിനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ വാണ്ട് സ്പെൻഡ് മൈ ലൈഫ് വിത്ത് ഹിം. എന്റെ ജീവിതം അദ്ദേഹത്തോടൊപ്പം ജീവിക്കുമെന്ന് ധീരതയോട് പറഞ്ഞത്
പ്രേക്ഷകർ കണ്ടതാണ്. മദ്രാസിൽ ജനിച്ച് പഠിച്ച് വളർന്നു വന്ന ഒരു പാലക്കാട്ടുകാരനായ മലയാളിയാണ് ശ്രീനിഷ് അരവിന്ദ് നായർ. മദ്രാസിലെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ചിറങ്ങി. ഓഡിഷനിലൂടെ ടെലിവിഷൻ സീരിയലുകളിൽ കടന്നു വന്ന ആളാണ് ശ്രീനിഷ്. സീരിയലുകളിൽ ലീഡിംഗ് റോളുകൾ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് ചേക്കേറുന്നത്. തന്റെ ജീവിത സഖി ബിഗ് ബോസിൽ ഉണ്ടായിരിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ശ്രീനിഷിനില്ലായിരുന്നു. പേളിയും ശ്രീനിഷുമായിട്ടുള്ള പ്രണയം പരിപാവനമായിരുന്നു, പരിശുദ്ധമായിരുന്നു. അല്ലാതെ ഡോക്ടർ റോബിനെ പറഞ്ഞു പറ്റിച്ച പെണ്ണിന്റെ പ്രണയമായിരുന്നില്ല പേളിയുടേത്. അവിടെ കാര്യസാധ്യത്തിന് വേണ്ടി പാവം റോബിനെ ബലിയാടാക്കുകയായിരുന്നു അവർ ചെയ്തത്. ശ്രീനിഷിന്റെയും പേളിയുടെയും അടുത്തിടപെടലുകളും മുത്തം കൊടുക്കലും കെട്ടിപ്പിടുത്തവുമൊക്കെ ചിലർക്കൊക്കെ അസഹനീയമായി തോന്നിയെങ്കിൽ അതിനും മറുപടി പേളി പറയുന്നുണ്ട്. പേളി പറയുന്നു, അവിടുത്തെ വയലൻസും അടിപിടിയും തെറിവിളികളുമെല്ലാം എക്സ്പ്രസ് ചെയ്യാമെങ്കിൽ, അത് പ്രേക്ഷകരെ കാണിക്കാമെങ്കിൽ, എന്തുകൊണ്ട് ഞങ്ങളുടെ പരിപാവനമായ സ്നേഹ പ്രകടനങ്ങൾ എന്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്തുകൂടാ? ഒരു തരത്തിൽ ആലോചിച്ചാൽ പേളി പറഞ്ഞത് സത്യമല്ലേ? ഇവരെ ഒതുക്കുവാനും ഒഴിവാക്കുവാനും ഇല്ലാതാക്കുവാനും ശ്രമിച്ച വീരശൂര പരാക്രമികളും വീരവാദം മുഴക്കിയവരൊക്കെ ഇല കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു. അവർ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഓരോരുത്തരായി ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ട് പ്രേക്ഷകർ സന്തോഷം കൊണ്ടു. പുറത്തിറങ്ങിയ അവർ പേളിക്കുള്ള ജനപിന്തുണ കണ്ട് അമ്പരന്ന് പോയി, അതിശയിച്ചു പോയി. ഇത് സഹിക്കാൻ പറ്റാതെ വെളിയിൽ ഇറങ്ങിയ അവർ പേളിക്കെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് നുണപ്രചരണങ്ങൾ നടത്തി പേളിയുടെ ഇമേജിന് കോട്ടം വരുത്തി ജനപിന്തുണ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത്തരം ചെയ്തികളൊക്കെ പേളിക്ക് ജനപിന്തുണ ഉയർത്താനേ ഉപകരിച്ചുള്ളൂ. ടോപ്പ് 5 വരെ ശ്രീനിഷിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ തന്റെ പ്രണയിനി പേളി 100 ദിവസം തികച്ച ഒരേ ഒരു പെൺകുട്ടിയായും ഫസ്റ്റ് റണ്ണറപ്പായും വിജയിച്ചു വരാൻ സാധിച്ചു. ഇതൊക്കെ കണ്ട് സഹിക്കാൻ കഴിയാത്ത സഹമത്സരാർത്ഥികളിൽ ചിലർ സഹികെട്ട് ജീവനൊടുക്കിയില്ല എന്നേ ഉള്ളൂ. അത്രയ്ക്ക് ദയനീയമായിരുന്നു അവരുടെ അവസ്ഥ. ബി ഹൗസിൽ നിന്നും പുറത്തു വന്ന പേളി തന്റെ ജനപിന്തുണ കണ്ട് അമ്പരന്നു. അവിശ്വസനീയമായ രീതിയിലായിരുന്നു സ്നേഹവും ജനപിന്തുണയും അവർക്ക് ലഭിച്ചത്. അതിപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അവരുടെ വ്യക്തിത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. വെളിയിൽ വന്ന പേളി തന്നോടൊപ്പം ഉണ്ടായിരുന്ന തന്നെ ദ്രോഹിച്ചവരെയൊക്കെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. തന്നെ വേദനിപ്പിച്ചവരെ കുറിച്ച് ചോദിച്ചപ്പോൾ പേളി പറഞ്ഞത്, ഒരു മത്സരമല്ലേ, ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. അവരെല്ലാം മത്സരിക്കാൻ വന്നവരല്ലേ, അവരുടെ രീതിയിൽ അവർ മത്സരിച്ചു, അത്ര തന്നെ. അവരോടൊക്കെ എനിക്കിപ്പോഴും സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ്. ഇവർ തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് വിധിയെഴുതിയ സഹമത്സരാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വന്നു, പേളിയും ശ്രീനിഷും വിവാഹിതരാകുന്നു എന്ന്. ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹബന്ധത്തിന് പ്രാധാന്യം കൽപ്പിച്ച് രണ്ടു കൂട്ടരുടെയും വീട്ടുകാർ ചേർന്നെടുത്ത തീരുമാനം കൂടിയായിരുന്നു അത്. പള്ളിയിലും അമ്പലത്തിലുമായി 2 വ്യത്യസ്ത ആചാരങ്ങളിൽ അവരുടെ വിവാഹം നടത്തപ്പെട്ടു. അവർ പറയുന്നു, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ജീവിത വീക്ഷണവും ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന്. ഇന്നത്തെ ന്യൂജൻ തലമുറയിലെ പെൺകുട്ടികളെ പോലെ വിവാഹം വേണ്ട, കുട്ടികൾ വേണ്ട, ലിവിംഗ് ടുഗദർ മതി എന്നുള്ള കാഴ്ചപ്പാടല്ലായിരുന്നു പേളിയുടേത്. കുട്ടിയും കുടുംബവും ഒക്കെയായി മാതൃകാ ദമ്പതികളായി അവർ തന്നെ സ്നേഹിച്ച സമൂഹത്തിന്റെ മുമ്പിൽ നല്ലൊരു ജീവിതം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. 2 പെൺകുഞ്ഞുങ്ങളുടെ നല്ലൊരു അമ്മയായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു കുടുംബിനിയായി പേളി മാറി. തന്റെ കുടുംബത്തോടൊപ്പം തന്റെ ഭർത്താവിന്റെ കുടുംബത്തെയും ചേർത്ത് നിർത്താൻ സാധിച്ചത് അവരിലുള്ള നന്മ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കഴിഞ്ഞയിടയ്ക്ക് അവരുടെ ഇമേജിനെ തകർക്കാനായി ചിലർ രംഗത്ത് വന്നു. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. പറയുന്ന കാര്യത്തിൽ പൂർണ്ണതയുമില്ല. വളരെ കഷ്ടപ്പെട്ട് ഉന്നതിയിലെത്തിയ ഒരു പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. ഇതൊരു നിസ്സാര പ്രശ്നമാണെങ്കിൽ കൂടി ഇതിന്റെ ഒരു വശം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. മറുവശം കേൾക്കാൻ എതിർകക്ഷി പോലും തയ്യാറായിട്ടുമില്ല. ഒരു പെൺകുട്ടിയെ താൻ ഇന്റർവ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി എന്നതാണ് വിഷയം. എന്നാൽ പേർലി എന്നേക്കുമായി ആ ഷോ ഉപേക്ഷിച്ചു പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അത് അവരും ചാനലും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ഇനി പേർലിയുടെ കയ്യിൽ നിന്നും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ സ്വയം മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ ചെയ്ത് ആ തെറ്റ്
തെറ്റ് തിരുത്തുക. അങ്ങനെ പേളിയുടെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ധൈര്യസമേതം മുന്നോട്ട് പോവുക. പേളിയെ ഇഷ്ടപ്പെടുന്നവർ എന്നും ഒപ്പമുണ്ടാകും. അറിവിനേക്കാൾ ആഴമേറിയതാണ് മനസ്സിലാക്കൽ. പലർക്കും നിങ്ങളെ അറിയാം, എന്നാൽ കുറച്ചാളുകൾക്ക് മാത്രമേ നിങ്ങളെ മനസ്സിലാകൂ. ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നവരെയും ചിരിച്ചുകൊണ്ട് ഉള്ളിൽ കരയുന്നവരെയും തിരിച്ചറിയാൻ കഴിയില്ല. കാരണം രണ്ടിനും ചിരി ഒരു മറയാണല്ലോ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.